വെൽക്കം ടു എജു കണക്ട്. എല്ലാവർക്കും എജു കണക്റ്റിലേക്ക് സ്വാഗതം. എന്റെ പേര് യാദവ് എന്നാണ്. ഞങ്ങളുടെ മാത്സിന്റെ ഫാക്കൽറ്റി ആണ്. അപ്പോ ഞാനിപ്പോ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് വെച്ചാല് ഇപ്പൊ കുറച്ച് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റിവൈസ്ഡ് ടൈം ടേബിൾ, പുതിയ ടൈം ടേബിൾ ഇറങ്ങിയിട്ടുണ്ട്. ടെൻത്തിന്റെ കാര്യമാണ്. പുതിയ ടൈം ടേബിൾ വന്നതായി കാണുന്നുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്തില്ല, ഫസ്റ്റ് വന്ന ടൈം ടേബിളിന്റെ വീഡിയോ നമ്മൾ ചെയ്തില്ല. പക്ഷെ റിവൈസ്ഡ് ടൈം ടേബിൾ ഇനി ഒരു മാറ്റം ഇതിൽ പ്രതീക്ഷിക്കണ്ട. ഇത് തന്നെയായിരിക്കും. ഇതിൽ ഒരു മാറ്റം ഇനി എന്തെയില്ല, മാറ്റം ഉണ്ടാവൂല. അഥവാ എന്തെങ്കിലും ഒരു കാരണവശാൽ അന്നത്തെ എക്സാം മാറ്റം ഉണ്ടെങ്കിൽ അത് വെക്കേഷൻ കഴിഞ്ഞിട്ട് മാറ്റാനാണ് പ്ലാൻ. കാരണം അല്ലെങ്കിൽ ഇവിടെ 21-ാം തീയതി നിങ്ങൾക്ക് എക്സാം ഇല്ല. 21-ാം തീയതി എക്സാം ഇല്ല. പക്ഷെ 9ാം ക്ലാസ്സിന് ഒക്കെ മലയാളം സെക്കൻഡ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ എക്സാമിൽ. അപ്പൊ നിങ്ങളുടെ ഓണാഘോഷ പരിപാടി എപ്പോഴായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഇപ്പൊ തീരുമാനമായിട്ടില്ല. ചിലപ്പോ അന്ന് അത് കഴിഞ്ഞിട്ടുള്ള 22-ാം തീയതിയുള്ള ശനിയാഴ്ച അന്ന് നിങ്ങൾക്ക് തേർഡ് സാറ്റർഡേ ആയതുകൊണ്ട് പ്രശ്നമൊന്നും കാണൂല. അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോ ശനിയാഴ്ചകളിൽ ഓണം പരിപാടി, സ്കൂളിലെ പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മളെ ആദ്യം എന്തൊക്കെയാ റിവൈസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് ഫസ്റ്റ് ലാംഗ്വേജും ഹിന്ദി ആയിരുന്നു. രാവിലെ ഉച്ചക്ക് ഓഗസ്റ്റ് 13. അതിലൊരു മാറ്റവും ഇല്ല. അതങ്ങനെ തന്നെ അവിടെ പോകുന്നുണ്ട്. വേറെ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ അന്ന് തന്നെ ഉണ്ട്. വ്യാഴാഴ്ച രാവിലെയും വൈകുന്നേരം, രാവിലെ ഉച്ചക്കുമായിട്ട് നടക്കുന്നുണ്ട്. പ്രശ്നമില്ല. നെക്സ്റ്റ് സെക്കൻഡ് ലാംഗ്വേജും കെമിസ്ട്രി ആയിരുന്നു. വെള്ളിയാഴ്ച ഓഗസ്റ്റ് 14-ാം തീയതി വെള്ളിയാഴ്ച എന്തായിരുന്നു, സെക്കൻഡ് ലാംഗ്വേജും കെമിസ്ട്രി ആയിരുന്നു. അപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാം, അന്ന് കെമിസ്ട്രി മാത്രമേ ഉള്ളൂ. അത് രാവിലെയാണ് 10 മണിക്കും 11:45 എന്ന് പറയുന്ന ശുഭമുഹൂർത്തത്തിൽ നടക്കുന്നുണ്ട്, കെമിസ്ട്രി നടക്കുന്നുണ്ട്. അതിലൊരു മാറ്റവുമില്ല. നെക്സ്റ്റ് മാറ്റം ഉണ്ടല്ലേ, ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് ഉള്ളത് ഇങ്ങോട്ടേക്ക് പോയി അല്ലെ. ഇവിടെ ഉണ്ടായ സെക്കൻഡ് ലാംഗ്വേജ് ഇങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് ഇവിടെയുള്ള കെമിസ്ട്രി ഇങ്ങോട്ടേക്കും കയറിയിട്ടുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. അതെന്ത് ചെയ്താണെന്ന് നമുക്ക് അറിയില്ല. വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. ആ ഒരു മാറ്റം അവിടെ കാണുന്നുള്ളൂ. പിന്നെ ഇംഗ്ലീഷിന്റെ ദിവസം തന്നെ നടക്കുന്നുണ്ട്. സോഷ്യൽ അന്നേ ദിവസം നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ സോഷ്യൽ ഒറ്റക്ക് ആവരുത് എന്നുള്ള മനസ്സുകൊണ്ട് മാത്രം 6 പാഠത്തിന്റെ കൂടെ ഒരു 3 പാഠം കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മലയാളം സെക്കൻഡ് കൂടി നിങ്ങൾക്ക് അന്ന് തന്നിട്ടുണ്ട്. മലയാളം സെക്കൻഡ് കൂടി അന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. മലയാളം സെക്കൻഡ് 3 പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ. ചിത്രകാരി, കൽവിലെ നിലാവ്, പിന്നെ ഒരു പാഠം കൂടി ഇല്ലേ. ആ ഒരു പാഠം കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട്. അപ്പൊ സമയമില്ല. 6 പാഠം തന്നെ അന്ന് നമുക്ക് എന്തില്ല, റിവൈസ് ചെയ്ത് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് മലയാളം സെക്കൻഡ് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ, പഠിച്ച് അവിടെ സെറ്റാക്കി വെക്കുക. മലയാളം സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. തീരെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നല്ലോണം എഫേർട്ട് ഇപ്പൊ തന്നെ ഇട്ട് തുടങ്ങിക്കോ. നെക്സ്റ്റ് മാത്സ് ആണ്. മാത്സിൽ അന്ന ദിവസങ്ങളിൽ മാറ്റില്ല. മാത്സ് ഉച്ചക്ക് കഴിയും. എത്ര മണിക്ക്? 10 മണിക്കും 12:45 ഇടയിലുള്ള നല്ലൊരു സമയങ്ങളിൽ എക്സാം നടന്ന് 10 മണിക്കും 12:45 തുടങ്ങി. 12:45 ഒരു മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ ഒരു 2 മണി 3 മണിയാകുമ്പോ എത്തി ഫുഡൊക്കെ കഴിച്ച് ഒരു നീണ്ടെന്ന് പറഞ്ഞ കിടന്ന്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഫിസിക്സ് പഠിക്കാം. ഫിസിക്സ് കഴിഞ്ഞിട്ട് അതേ 40 മാർക്കിന് നമുക്ക് വൈകുന്നേരത്തെ ബയോളജിക്കും പഠിക്കാന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത്. പോയ ഉടനെ പഠിക്കാൻ തുടങ്ങിക്കോളാം. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യണം, ചുറ്റി കറങ്ങിയിട്ട് എന്ത് ചെയ്യണം, എന്നിട്ടേ വീട്ടിലെത്താൻ പാടുള്ളൂ. എന്നിട്ട് ഫുഡ് കഴിക്കാത്തവരാണെങ്കിൽ ഫുഡെല്ലാം കഴിച്ച് ആ ഫുഡ് കഴിച്ചതിന്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിൽ കയറാൻ പാടുള്ളൂ. കേട്ടാ, പഠിച്ചോ മക്കളെ. ആദ്യം തന്നെ കൊണ്ട് കളയണ്ട. ആദ്യം തന്നെ നിങ്ങളുടെ വില കൊണ്ട് കളയരുത്. ഓക്കെ, അപ്പൊ ഇത്രയും മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുള്ളൂ. ഇവിടെ ഉണ്ടായ മലയാളം സെക്കൻഡ് ഇവിടത്തേക്ക് പോയി. ഇവിടെ ഉണ്ടായ കെമിസ്ട്രി ഇവിടത്തേക്ക് കയറിയെന്നുള്ളൂ. വേറെ വ്യത്യാസം നിങ്ങളുടെ 10th വന്നിട്ടില്ല. പാവപ്പെട്ട 9-10 ക്ലാസ്സുകാർക്ക് എന്തിനാണെന്ന് അറിയില്ല. ഇവിടെ കായിക പ്രവൃത്തി പരിചയം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓണം വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അത്. എക്സ്ട്രാ ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നും അധികം വരുന്നില്ല. ടെക്സ്റ്റുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന എക്സാമ്പിള്. അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ. എന്നാൽ 21-ാം തീയതി എന്ത് ചെയ്യുന്നുണ്ട്, 8ാം ക്ലാസ്സുകാർക്ക് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് വെച്ചാല് മലയാളം സെക്കൻഡ് അവിടെ നടക്കുന്നുണ്ട്. അതിലൊരു മാറ്റവും ഇല്ല. അതങ്ങനെ തന്നെ. ഇനി ഒരു മാറ്റം അതിൽ വരുന്നില്ല. നമുക്ക് ഇവിടെ 8ന്റെ ആരും കാണുന്നുണ്ടെങ്കിൽ 8ലും 9ലും ഉള്ളവർ കണ്ടിട്ടുണ്ടെങ്കിൽ 9ലും 10ലും ഒരുപോലെ തന്നെ പോകുന്നുണ്ട്. കെമിസ്ട്രിയോടെ അവര് തീർക്കുന്നു. കെമിസ്ട്രി ഒറ്റക്കാണ്. ഇവിടെയും കെമിസ്ട്രി ഒറ്റക്കാണ്. 9ന്റെയും 10ന്റെയും കെമിസ്ട്രി ഒറ്റക്കാണ്. ഫിസിക്സും ബയോളജിയും അതുപോലെ സോഷ്യലും സോഷ്യലും മലയാളം സെക്കൻഡും അതുപോലെ തന്നെ മലയാളം ഫസ്റ്റ് ഹിന്ദിയാണ് ഒരുമിച്ച്. അതുപോലെ 3 ദിവസങ്ങളിലായി ഈ 2 വിഷയം വെച്ച് എക്സാം ഉണ്ട്. അപ്പോ ഒരു ദിവസം 2 എക്സാം ഉണ്ട്. അപ്പൊ പഠിക്കാൻ നമുക്ക് എന്തില്ല, സമയമില്ല. നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാല് ഇനി ആകെ എത്ര ദിവസം ഉള്ളത്,
ഇന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഇന്ന ഡേറ്റ് ഇന്ന് 7. ഇന്ന് 7ആണ്. ഇന്ന് 7ആയി. 7 കഴിഞ്ഞ് 7 to 13 വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. വേഗം തന്നെ എന്ത് ചെയ്യണം, ഹിന്ദി അതുപോലെ തന്നെ ഹിന്ദിയും അതുപോലെ പിന്നെ ഏതാ ഉള്ളത്, ഹിന്ദിയും മലയാളം ഫസ്റ്റ് ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് പഠിച്ച് തീർത്തേക്കണേടാ. ഫസ്റ്റ് ലാംഗ്വേജ് പഠിച്ച് തീർത്തേക്കണം. ഫസ്റ്റ് ലാംഗ്വേജ് ഹിന്ദിയും എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ കഴിയുമെങ്കിൽ തീർക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കെമിസ്ട്രിയിലേക്ക് പോകണം. കെമിസ്ട്രി ഭയങ്കര ടഫാണ്. നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ എക്സാം എന്തായാലും ഉറപ്പാണ്. ടഫ് ആക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു വിഷയമാണ് എന്ത് ഈ കെമിസ്ട്രി എന്ന് പറയുന്നത്. ആ കെമിസ്ട്രി ടഫ് ആക്കാനുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അതിനെ ഒറ്റക്കാക്കിയിട്ടുള്ളത്. നല്ല ടഫ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കും. നോമൻക്ലേച്ചർ ആണ് ഫസ്റ്റ് ചാപ്റ്റർ. കെമിക്കൽ കോമ്പൗണ്ട്സ് അതിന്റെ റിയാക്ഷൻസ് ആണ് പിന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. തേർഡ് ചാപ്റ്ററിന്റെ ക്വാണ്ടം നമ്പേഴ്സ് വരെ ഉണ്ട്. അതിന്റെ എന്താ അവസ്ഥ എന്ന് നമുക്കറിയില്ല. എല്ലാം കൂടി നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഗ്യാപ്പില്ല. ആകെ ഗ്യാപ്പ് ഉള്ളത് ഇംഗ്ലീഷിന് മാത്രമാണ്. നോക്കണേ, ഇംഗ്ലീഷ് വെള്ളിയാഴ്ച കഴിഞ്ഞ പിന്നെ തിങ്കളാഴ്ച 2 ദിവസമുണ്ട്. ശനി ഞായർ ദിവസങ്ങളിലുണ്ട്. ശനിയാഴ്ച നമ്മൾ എന്തിനു മാറ്റി വെക്കണം? ഈ സാമൂഹ്യ ശാസ്ത്രത്തിനും അതുപോലെ തന്നെ മലയാളം സെക്കൻഡ് അത് നോക്കണ്ട. ശനിയാഴ്ച നോക്കണ്ട. മാത്സിന് നമ്മൾ മാറ്റി വെച്ചാൽ നമ്മളെ പരിപാടി കഴിയും. ഇതിന് 6 പാഠം, ഇതിന് 5 പാഠം പഠിക്കാനുണ്ട്. ഓർമ്മ വേണം. ഓക്കെ, ഇതിന് 6 പാഠം, ഇതിന് 5 പാഠം പഠിക്കാനുണ്ട്. നോക്കിയും കണ്ടും ചെയ്താൽ പരിപാടി നമുക്ക് സ്മൂത്ത് ആയിട്ട് പോവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ ഇപ്പൊ ഇവിടെ 2 നമ്പേഴ്സ് കാണാം. 9037538902 എന്ന് പറയുന്ന നമ്പർ കാണാം. അതിനപ്പുറം ഒരു നമ്പർ കാണാം. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചോ. നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ കഴിയുന്നതിൽ ജോയിൻ ചെയ്യാൻ. വളരെ ചുരുങ്ങിയ റേറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ബാച്ച് പോകുന്നത്. സെക്കൻഡ് ബാച്ചിൽ ഇപ്പോഴും ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. വേഗം തന്നെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല നല്ല ക്ലാസ്സുകൾ കേട്ട് റിവിഷൻ നടത്തി നമുക്ക് പരിപാടി നമുക്ക് സ്മൂത്ത് ആക്കാം. കഴിയുന്ന ഗ്രേഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എത്തിപ്പെടാം. ഓക്കെ, വളരെ കുറച്ച് സമയം ഈ ക്ലാസ് അല്ല, ഈ ഒരു വീഡിയോ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് 7ആയി. ഇന്ന് ഇനി സമയമില്ല. 8, 9, 10, 11, 12 അങ്ങനെ 5 ദിവസമേ ഇനി ബാക്കിയുള്ളൂ. നോക്കി കണ്ട് ചെയ്താല് മാർക്ക് കിട്ടും. ഈ വരുന്ന ബുധനാഴ്ച അല്ലെ വ്യാഴാഴ്ചയാണ് നിങ്ങളുടെ എക്സാം എന്ന് ഓർമ്മ വേണം. ഓക്കെ, 10th ആണ്. ഓർമ്മിച്ച് കളിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, സോ എല്ലാവരും എന്ത് ചെയ്യാ, പഠിക്കാം. ടേക്ക് കെയർ, ബൈ.